നമസ്തേ ഹരിശരണം. ശ്രീമദ് ഭഗവത്ഗീതാ പാരായണം 3-ാം അധ്യായം ഇവിടെ തുടങ്ങുന്നു. കർമ്മയോഗം. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അത ശ്രീമദ് ഭഗവത്ഗീത കർമ്മയോഗഃ. അഥ തൃതീയോധ്യായഃ. അർജുന ഉവാച. ശ്ലോകം 1. ജ്യായസി ചേത് കർമ്മണസ്തേ മദാ ബുദ്ധിർജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. അർത്ഥം: അർജുനൻ പറഞ്ഞു, ഹേ കേശവ, ഫലോന്മുഖമായ കർമ്മത്തേക്കാൾ ബുദ്ധി അഥവാ ജ്ഞാനം അങ്ങേക്ക് ശ്രേഷ്ഠതരമാണെന്ന് അഭിപ്രായമുണ്ടെങ്കിൽ അതുകൊണ്ട് എന്നെ ഭയാനകമായ കർമ്മത്തിൽ എന്തിനു നിയോഗിക്കുന്നു? വളരെ പ്രധാനമായ ഒരു ചോദ്യമാണ് കർമ്മയോഗത്തിലെ ആദ്യ ശ്ലോകം. യുദ്ധം ചെയ്യാൻ മടിച്ചു നിൽക്കുന്ന അർജുനന്റെ ഈ ചോദ്യത്തിന് ഭഗവാൻ നൽകുന്ന മറുപടി: ഭൗതിക ശരീരങ്ങളുടെ നാശത്തെക്കുറിച്ച് ചിന്തിച്ച് ദുഃഖസാഗരത്തിൽ മുഴുകിയ അർജുനനെ ഉദ്ധരിക്കാനായി ഭഗവാൻ ആത്മസ്വരൂപം വിവരിച്ചു. തുടർന്ന് ആത്മസാക്ഷാത്കാരത്തിനുള്ള ഉപായം എന്ന നിലക്ക് ബുദ്ധിയോഗം ഉപദേശിച്ചു. ആ ഉപദേശം ചിലപ്പോൾ തെറ്റിദ്ധാരണ ഉളവാക്കിയേക്കാം. നിഷ്ക്രിയത്വമല്ലേ ബുദ്ധിയോഗത്തിന്റെ കാതൽ എന്ന് അർജുനൻ പോലും സംശയിച്ചു പോയി. ആധ്യാത്മിക ജ്ഞാന അർജനത്തിന് ഉന്മുഖമായ ബുദ്ധി കർമ്മനിരതവും സംഘർഷഭരിതവുമായ ജീവിതത്തിൽ നിന്നും പിൻവാങ്ങിയുള്ള തപശ്ചര്യയായി തന്നെ ആരും കരുതിപ്പോകും. ഈ ബുദ്ധിയോഗത്തിന്റെ മറപറ്റി യുദ്ധക്കളത്തിൽ നിന്ന് പിന്മാറാമെന്ന് പോലും അർജുനൻ ചിന്തിച്ചു. മാത്രമല്ല, അക്കാര്യം വ്യക്തമായി ഭഗവാനോട് ചോദിക്കുകയും ചെയ്തു. ഒരു ഉത്തമ ശിഷ്യന്റെ രീതിക്ക് തന്നെ അർജുനൻ തനിക്കുണ്ടായ സംശയം ഭഗവാന്റെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഇവിടെ. ശ്ലോകം 2. വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവ മേ തദേകം വദ നിശ്ചിത്യ യേന ശ്രേയോ അഹമാപ്നുയാം. അർത്ഥം: ദ്വയാർത്ഥമുള്ളതുപോലെ തോന്നിക്കുന്ന വാക്യത്താൽ എന്റെ ബുദ്ധിയെ അങ്ങ് മോഹിപ്പിക്കുന്നത് പോലെ തോന്നുന്നു. യാതൊന്നുകൊണ്ട് ഞാൻ ശ്രേയസ്സു നേടുമോ അതൊന്ന് നിശ്ചയിച്ചുറച്ചിട്ട് പറഞ്ഞു തന്നാലും. അർജുനൻ വീണ്ടും ചോദിക്കുകയാണ് കേശവനോട്. അർത്ഥം: ഭഗവൻ അങ്ങ് എന്തൊക്കെയോ പറഞ്ഞു, ശ്രദ്ധയോടെ തന്നെ കേട്ടിട്ടും ഞാൻ കുഴപ്പത്തിലായിരിക്കുന്നു. ബുദ്ധിയോഗം, ബുദ്ധി കൊണ്ട് നേടാവുന്ന ഇന്ദ്രിയ നിഗ്രഹം, ഫലകാംക്ഷ ഇല്ലാത്ത കർമ്മം തുടങ്ങി എന്തൊക്കെയാണ് പറഞ്ഞത്. ആകെ കൂടി കൂട്ടിക്കുഴിച്ച് എന്റെ ബുദ്ധിയെ അങ്ങ് കുഴയ്ക്കുകയല്ലേ എന്ന് സംശയിക്കുന്നു. അതായത് ഭഗവാൻ ആദ്യം സാങ്ക്യബുദ്ധിയും പിന്നീട് യോഗബുദ്ധിയും ഉപദേശിച്ചു. എന്നിട്ട് ക്ഷത്രിയധർമ്മം എന്ന നിലയ്ക്ക് ഘോരമായ യുദ്ധം ചെയ്യാനും നിർദ്ദേശിച്ചു. ഈ പറഞ്ഞ സാങ്ക്യബുദ്ധിയും യോഗബുദ്ധിയും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ബുദ്ധി ശ്രേയസ്കരമാണെങ്കിൽ എന്തിന് കർമ്മം അനുഷ്ഠിക്കുന്നു? കർമാനുഷ്ഠാനം എന്ന പേരിൽ ഈ വിധം ഒരു ഘോരയുദ്ധം ചെയ്യണമോ? ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞ് ഒതുക്കാനാകാത്ത വിഷയമാകയാൽ ഭഗവാൻ വിശദമായി തന്നെ ഉപദേശിക്കുന്നു. ആദ്യമായി സാങ്ക്യബുദ്ധിയും യോഗബുദ്ധിയും തമ്മിലുള്ള വ്യത്യാസം വിവരിക്കുകയാണ്. അടുത്ത ശ്ലോകം മുതൽ. ശ്രീ ഭഗവാനുവാച. ലോകേ അസ്മിൻ ദ്വിവിധാനിഷ്ഠാ പൂരാ പ്രോക്താ മയാ നഖ ജ്ഞാനയോഗേന സാംഖ്യാനാം കർമ്മയോഗേന യോഗിനാം. അർത്ഥം: ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, കളങ്കമില്ലാത്തവനെ, ഈ ലോകത്തിൽ സാങ്ക്യന്മാർക്ക് ജ്ഞാനയോഗം കൊണ്ടും ഭക്തന്മാരായ യോഗികൾക്കും കർമ്മയോഗം കൊണ്ടും 2 തരത്തിലുള്ള നിഷ്ഠകൾ പണ്ടുതന്നെ എന്നാൽ പറയപ്പെട്ടിട്ടുണ്ട്. അതായത്, ഹേ പാപരഹിതനായ അർജുന, ഈ ലോകത്തിൽ 2 വിധത്തിലുള്ള നിഷ്ഠകളുണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ. ഒന്ന് സാങ്ക്യന്മാർക്കുള്ളതാണ്, ജ്ഞാനയോഗം എന്ന് പറയും. തത്വബോധത്തോടുകൂടി വലേച്ഛയില്ലാതെ മോക്ഷാർത്ഥികളായി ലൗകിക കർമ്മങ്ങളിൽ ഏർപ്പെട്ടു കഴിയുന്ന യോഗികൾക്ക് വേണ്ടിയുള്ളതാണ് രണ്ടാമത്തെ നിഷ്ഠ.
അതിന് കർമ്മയോഗം എന്ന് പേർ പറയും. ലാഭനഷ്ടങ്ങളുടെയും ജയാപജയങ്ങളുടെയും ചിന്തകൾ മനസ്സിനെ അലട്ടാതെ കർമ്മങ്ങളുടെ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണെന്ന ബോധം ഉറപ്പിച്ച് സമനില കാത്തു സൂക്ഷിക്കുന്നതാണ് കർമ്മയോഗം. കർമ്മവാസനകളാൽ ബദ്ധനായ അർജുനന് ജ്ഞാനയോഗമല്ല കർമ്മയോഗമാണ് അനുഷ്ഠേയമെന്ന് ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുന്നു. ശ്ലോകം 4. ന കർമ്മണാമനാരംഭാന്നൈഷ്കർമ്മ്യം പുരുഷോ അശ്നുതേ ന ച സന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി. അർത്ഥം: നിശ്ചിത കർമ്മങ്ങൾ ആരംഭിക്കാതിരിക്കുന്നത് കൊണ്ട് മനുഷ്യൻ കർമ്മങ്ങളുടെ പ്രതിപ്രവർത്തനങ്ങളിൽ നിന്നുള്ള മോചനത്തെ പ്രാപിക്കുന്നില്ല. അതായത് ഒരു കർമ്മവും ചെയ്യാതിരിക്കുന്നത് കൊണ്ട് നൈഷ്കർമ്മ്യം നേടാനാവുകയില്ല, കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തനാവുകയും ഇല്ല. സന്യാസം കൊണ്ട് മാത്രം സിദ്ധി നേടാനും കഴിയുകയില്ല. ശ്ലോകം 5. ന ഹി കച്ചിത് ക്ഷണമപി ജാതു തിഷ്ഠത്യ കർമ്മകൃത് കാര്യത്തെ ഹ്യവശ കർമ്മ സർവ പ്രകൃതിജൈർഗുണൈഃ. ഒരുവൻ ഒരിക്കലും ക്ഷണനേരം പോലും കർമ്മം ചെയ്യാത്തവനായി സ്ഥിതി ചെയ്യുന്നില്ല. എന്തെന്നാൽ പ്രകൃതിജങ്ങളായ ഗുണങ്ങളാൽ ഏതൊരുവനും അവശനായി കർമ്മം ചെയ്യിക്കപ്പെടുന്നു. അതായത് പ്രകൃതി സിദ്ധങ്ങളായ സത്വരജസ്തമോ ഗുണങ്ങളാണ് മനുഷ്യനെ നിയന്ത്രിക്കുന്നത്. അവയിൽ പെട്ടുപോയ മനുഷ്യൻ ഒരു നിമിഷം പോലും കർമ്മം ചെയ്യാതിരിക്കാൻ ആവില്ല. പ്രകൃതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നിടത്തോളം കാലം കർമ്മങ്ങളെ പാടെ ഉപേക്ഷിക്കാൻ ഒരാൾക്കും കഴിയുകയില്ല. ജീവാത്മാവിന്റെ സ്വഭാവം തന്നെ കർമ്മനിരതത്വമാണ്. ഒരു നിമിഷം പോലും നിഷ്ക്രിയമായിരിക്കാത്ത ജീവാത്മാവിന്റെ സാന്നിധ്യമാണ് ശരീരത്തെ ജീവനുള്ളതാക്കുന്നത്. ഭൗതിക ശരീരവുമായി ബന്ധപ്പെടുന്നതോടെ ജീവാത്മാവ് ഗുണാധീനനാകുന്നു എന്നു സാരം.